ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന ഈ രാവിലെ സമയം ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ വിശ്വാസികളെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള ജനത്തെക്കുറിച്ചും തൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വേദന സംഗ്രഹിച്ചു വച്ചിരുന്നു. അതിൻ്റെ കാരണം ക്രിസ്തു അവരുടെ ഉള്ളിൽ ഉരുവാകണം എന്നുള്ള തൻ്റെ ആഗ്രഹമാണ്. കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് ദൂതന്മാർ ഘോഷിച്ചതായ ആ വലിയ സുവിശേഷം എന്തെന്നാൽ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ ജഡാവതാരമെടുത്ത കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. എന്നാൽ താൻ വാഗ്ദത്തം ചെയ്തു, ഞാൻ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. വാഗ്ദത്തപ്രകാരം ആ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായി തീർന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ആ കർത്താവിൻ്റെ നാമം വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനുള്ള പദവി നമുക്ക് തന്നു. അതാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ തന്നെ 4-5 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 6-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ മക്കളാകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നാം വിശ്വസിക്കുന്നവരായ നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പുത്രത്വം പ്രാപിക്കണം. അതിനായിട്ട് ആ സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മിലേക്ക് അയച്ചു തന്നു. ഈ പകൽക്കാലം നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും അതായിരിക്കണം. ക്രിസ്തു നമ്മിൽ ഉരുവായിത്തീരണം. മാത്രമല്ല, നാം ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആ പദവിയിൽ, മക്കൾ എന്നുള്ള പദവിയിൽ ജീവിക്കണമെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ലോകവും പിശാചും അവൻ്റെ തന്ത്രങ്ങളുമെല്ലാം ഈ സത്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുവാനായിട്ട് ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഹൃദയവേദനയോടുകൂടി, ഹൃദയനുറുക്കത്തോടുകൂടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു ഓരോരുത്തരിലും ഉരുവായി തീരണമെന്ന് ഞാൻ പ്രസവവേദനയോട് പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ ഉരുവാകലിൻ്റെ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് പൗലോസ് പറയുന്ന വാക്കുകളാണ്. ക്രിസ്തു ആ ഹൃദയത്തിലൊന്ന് ഉരുവാകണമെങ്കിൽ ഒരു വലിയ വില ഇതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെറും വാക്കുകളാലല്ല, ഹൃദയാന്തർഭാഗത്ത് വാസ്തവമായും ഒരു രൂപാന്തരം വന്നിട്ട് പാപികളായി നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നുള്ള ആവശ്യബോധം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും സാധ്യമാകുകയുള്ളൂ. അതുവരെയും നാം നമ്മുടെ സ്വയത്തിൽ, നമ്മുടെ കഴിവിൽ നാം തൃപ്തരായി മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പാപികളായി നമുക്ക് വാസ്തവമായും ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് ആ കർത്താവിൻ്റെ ആ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ
നമുക്ക് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കാലസമ്പൂർണത വന്നപ്പോൾ ന്യായപ്രമാണത്തിന് ആ സാധ്യമല്ലാത്തതിനെ സാധിക്കുവാനായി ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ഇന്ന് പകൽക്കാലം ആ കാലത്തികമെങ്കിൽ ജഡാവതാരമെടുത്തു വന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ വാസ്തവമായും ഉരുവാകുവാനുള്ള വാഞ്ചയോടെ നമുക്കായിരിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.